പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, സകലത്തിൻ്റെ സൃഷ്ടാവേ, സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി നൽകിയ കർത്താവേ, അങ്ങേ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അവിടുത്തെ സ്നേഹക്കതിരിനാൽ ഞങ്ങളെ വഴി നടത്തണമേ. സഹായകനായി എപ്പോഴും ഞങ്ങളിലായിരിക്കണമേ. ഈശോപ്പ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന യേശുനാഥ, പാപികളായ ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഇന്ന് പുലർക്കാലം തരികയും ഞങ്ങൾക്ക് ആവശ്യമായ സകലതും തന്നനുഗ്രഹിക്കുകയും ആത്മീയ ഉണർവ് തന്നനുഗ്രഹിക്കുകയും ചെയ്ത കൃപയെ ഓർക്കുന്നു. പ്രഭാതം മുതൽ ഈ 3 മണി സമയം വരെ അവിടുത്തെ സ്നേഹത്താൽ നടത്തിയതിനായും അവിടുത്തെ സന്നിധിയിലായിരിക്കാനും അനേകം മക്കൾക്കായി പ്രാർത്ഥിപ്പാനും അനേകം കുടുംബങ്ങളെ ഓർക്കുവാനും അവിടത്തോട് യാചിപ്പാനും പ്രാർത്ഥിപ്പാനും അനുഗ്രഹിച്ചതിനായും നന്ദിയോടെ സ്തുതിക്കുന്നു. ഇനിയും ശിഷ്ടജീവിതമുണ്ടെങ്കിൽ അവിടത്തോടെ ആയിരിക്കാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പോകുന്ന പാതയ്ക്ക് പ്രകാശമായും പാദങ്ങൾക്ക് വിളക്കായും അവിടുന്ന് കൂടെ ആയിരിക്കണമേ. ഈ കരുണയുടെ സമയം എല്ലാവരെയും അവിടുത്തെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. കർത്താവേ, ഈ സമയം പ്രത്യേകിച്ചും കടലിൽ ജോലിക്കായി കടന്നു പോകുന്ന സഹോദരങ്ങളെയും മക്കളെയും സമർപ്പിക്കുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി കൊടുക്കണമേ നാഥ. അവർ പോകുന്ന യാനങ്ങളിൽ യാതൊരു അനർത്ഥവും വരുവാൻ ഇടയാക്കാതെ വണ്ണം അവരെ അവിടെ നിന്ന് കരുതണം അപ്പ. അവർ വലകളെറിയുമ്പോൾ അവർക്ക് ആവശ്യമായ മത്സ്യങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ നാഥ. പത്രോസിനോട് ഈ ഭാഗത്തേക്ക് വലയിടുക എന്ന് പറഞ്ഞ നാഥ, കടലിൽ അധ്വാനിക്കുന്ന എല്ലാ സഹോദരങ്ങളിലും മക്കളിലും അങ്ങ് കൂടെ ആയിരിക്കണമേ. ഇന്ന് പ്രാർത്ഥിച്ച് വചനം വായിച്ചു. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും 8-ാം അധ്യായം 1 മുതൽ 39 വരെയുള്ള വാക്കുകളാണ് വായിച്ചത്. ദൈവപരിപാലനയിലിരുന്ന് ഈ വചനം വായിക്കുമ്പോൾ ഓരോ വാക്കും നമ്മളോട് ഓരോരുത്തരോടും തന്നെ പറയുന്ന വാക്കുകളായാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 7-ാമത്തെ വാക്ക് ഇപ്രകാരം: ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ ജഡിക കാര്യങ്ങളിൽ നാം ശ്രദ്ധ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. അതുപോലെ 12-ാമത്തെ വാക്ക്: ആകയാൽ സഹോദരരെ, ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാൻ നാം ജഡത്തിന് കടപ്പെട്ടവരല്ല. 15-ാമത്തെ വാക്ക്: നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകരണത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലം നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഈ വചനത്തിൽ പറയുന്ന ഓരോ വാക്കും നാം ഏറ്റെടുക്കേണ്ടവർ തന്നെയാണ്. ഓരോ വാക്കും ഏറ്റെടുത്ത് നമ്മൾ ഈശോയോട് ചേർന്നിരുന്ന് ഈ കരുണയുടെ സമയം ഓരോ മക്കൾക്കായി പ്രാർത്ഥിക്കാം. ആമേൻ.